ആമവാദം എന്താണ് സാധനം? ആമവാദം ശരിക്കും ഒരു അലോപ്പതിക് ടേം അല്ല കേട്ടോ. നമ്മളുടെ അലോപ്പതിയിൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് വിളിക്കുന്ന രോഗത്തിനെയാണ് കോമണായി നമ്മുടെ നാട്ടിലൊക്കെ ആമവാദം എന്ന് വിളിക്കാറുള്ളത്. ആമവാദം എന്ന് ചിലപ്പോഴൊക്കെ ആയുർവേദ ഡോക്ടർമാരും അതിനെ വിളിക്കാറുണ്ട്. ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ശരീരത്തിലെ ജോയിൻറ്റുകൾക്ക് വരുന്ന ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. ആർത്രൈറ്റിസിനെ പറ്റി ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് പ്രായം കൊണ്ട് വരാം, ചിലപ്പോഴൊക്കെ ചെറുപ്പക്കാരിൽ വരെ വരാം. ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റിയുടെ തെറ്റായ പ്രവർത്തനം കൊണ്ടുള്ള ആർത്രൈറ്റിസ് ഈ ചെറുപ്പക്കാരിലാണ് കൂടുതലായും ഉണ്ടാവുക. പ്രത്യേകിച്ച് പുരുഷന്മാരെക്കാളും സ്ത്രീകളിലായിരിക്കും ഉണ്ടാവുക. ഏറ്റവും കോമൺ ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു ആർത്രൈറ്റിസ് ആണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. ഏത് പ്രായക്കാരിലാണ് ഇത് കാണാറുള്ളത്? ഒരു 20 വയസ്സിനും 60 വയസ്സിനുമൊക്കെ ഇടയ്ക്കുള്ള ആളുകളിൽ. സ്ത്രീകളിൽ പുരുഷന്മാരെക്കാളും കൂടുതലായി ഉണ്ടാകും. എന്തൊക്കെയാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ? ശരീരത്തിലെ ചെറിയ ജോയിൻറ്റുകളെയും വലിയ ജോയിൻറ്റുകളെയും രണ്ടും ഒരുപോലെ ബാധിക്കുക. കൂടുതലും ചെറിയ ജോയിൻറ്റുകൾ, ഈ ഹാൻഡ് ജോയിൻസിനെയൊക്കെ ആയിരിക്കും ബാധിക്കുക. അവയ്ക്കുള്ള വേദന. രണ്ടാമത് മോർണിംഗ് സ്റ്റിഫ്നെസ്. ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ള രോഗികൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കൈ വളരെ സ്റ്റിഫായിരിക്കും. അത് ലൂസാകാൻ കുറച്ച് സമയമെടുക്കും, ചിലപ്പോൾ ഒരു അരമണിക്കൂർ വരെയൊക്കെ. സാധാരണ പ്രായം കൊണ്ടുള്ള ആർത്രൈറ്റിസിൽ ഈ മോർണിംഗ് സ്റ്റിഫ്നെസ് കുറവാണ്. വിശ്രമിച്ചു കഴിയുമ്പോൾ അവർക്ക് വേദന കുറവായിരിക്കും. ജോലിയൊക്കെ ചെയ്തു കഴിയുമ്പോഴാണ് ഈ തേയ്മാനമുള്ള രോഗികൾക്ക് വേദനയും നീരുമെല്ലാം വരിക. എന്നാൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസിൽ വിശ്രമിച്ചു കഴിയുമ്പോൾ, ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ വേദന കൂടുതൽ, സ്റ്റിഫ്നെസ് കൂടുതൽ. പിന്നെ മൂന്നാമത്തെ ലക്ഷണം ഏത് ജോയിൻറ്റുകൾ ബാധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. പ്രായം കൊണ്ടുള്ള തേയ്മാനമുള്ള ആളുകളിലൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ജോയിൻറ്റുകൾ തോള്, നട്ടെല്ല്, ഇടുപ്പ്, മുട്ട് ഇവയൊക്കെ ആയിരിക്കും ബാധിക്കുക. എന്നാൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസിൽ ഈ സ്മോൾ ജോയിൻറ്റ്സ്, കൈയുടെ ഈ വിരലുകൾ, കുഴ, പിന്നെ അതിൻ്റെ ഒപ്പം ലാർജ് ജോയിൻറ്റ്സും ബാധിക്കപ്പെടാം. അടുത്ത ലക്ഷണമാണ് ജോയിൻറ്റുകളുടെ നീര്, സ്വെല്ലിങ്. ജോയിൻറ്റുകൾക്ക് വേദന മാത്രമേ ഉള്ളൂവെങ്കിൽ നമ്മൾ ആർത്രൽജിയ എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ ഒപ്പം നീരും വേദനയും ചൂടും ഒക്കെ ഉള്ളപ്പോഴാണ് ആർത്രൈറ്റിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ബാധിക്കപ്പെട്ട ജോയിൻറ്റുകൾ നീര് വെച്ച് വീങ്ങിയിരിക്കുന്നതായി കാണാം. അപ്പോൾ ചെറുപ്പക്കാരിൽ വരുന്ന, വിശ്രമത്തിന് ശേഷം കൂടുതലായി ഉണ്ടാകുന്ന, വലിയ ജോയിൻറ്റുകളെയും ചെറിയ ജോയിൻറ്റുകളെയും ബാധിക്കുന്ന, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരത്തിന് ടൈറ്റ്നസ്, സ്റ്റിഫ്നെസ് അനുഭവപ്പെടുന്ന ഒരു രോഗമാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ് എന്ന് എങ്ങനെയാണ് നമുക്ക് പരിശോധിച്ച് കണ്ടുപിടിക്കാൻ പറ്റുക? രക്തത്തിലെ ടെസ്റ്റുകൾ വഴിയായി നമുക്ക് ഇത് കൺഫേം ചെയ്യാൻ പറ്റും. ഒന്ന്, ESR പോലെയുള്ള ഇൻഫ്ലമേഷൻ്റെ മാർക്കേഴ്സ് റുമറ്റോയിഡ് ആർത്രൈറ്റിസിൽ കൂടുതലായിരിക്കും. പിന്നെ ഈ RA ഫാക്ടർ എന്ന് പറയുന്ന ടെസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ അത് പോസിറ്റീവായി കാണും. ഒരു ചെറിയ ശതമാനം ആൾക്കാരിൽ RA ഫാക്ടർ നെഗറ്റീവായും റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ടാകാറുണ്ട്. അവയെ സിറോ നെഗറ്റീവ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നാണ് വിളിക്കുന്നത്. ആർത്രൈറ്റിസ് ഒന്നും ഇല്ലാതെയും കോമണായി ചിലപ്പോഴൊക്കെ പോസിറ്റീവ് ആകാവുന്ന ഒരു ടെസ്റ്റാണ് കേട്ടോ RA ഫാക്ടർ. ഉറപ്പിക്കാൻ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് anti-CCP. ഇത് വളരെ സ്പെസിഫിസിറ്റി ഉള്ള ടെസ്റ്റാണ്. എന്ന് വെച്ചാൽ ഇത് പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ബ്ലഡ് ടെസ്റ്റുകൾ കൂടാതെ നമ്മൾ എക്സ്റേ, ചിലപ്പോഴൊക്കെ ജോയിൻറ്റിൻ്റെ ഡാമേജ് അളക്കുന്നതിന് വേണ്ടി CT, MRI ഇങ്ങനെയുള്ള ടെസ്റ്റുകളും ചെയ്തേക്കും. ഈ ആർത്രൈറ്റിസ് ഒക്കെ ചികിത്സിക്കേണ്ട ആവശ്യമുണ്ടോ? ഇടയ്ക്കൊരു വേദന സംഹാരിയൊക്കെ കഴിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഇച്ചിരി ചൂട് വെക്കുക, അല്ലെങ്കിൽ ഒരു തൈലം തേക്കുക.
മനസ്സിലാക്കേണ്ട കാര്യം, ചെറുപ്പക്കാരിൽ വരുന്ന റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പല രീതിയിലുള്ള ഡീഫോമിറ്റീസിലേക്ക് വഴിവെക്കാം. ഇവിടെ ഈ പടങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ കൈകൾക്കൊക്കെ വന്നിരിക്കുന്ന പല രീതിയിലുള്ള ഡാമേജുകൾ കാണാം. ഇവയൊക്കെ ആർത്രൈറ്റിസ് സമയത്ത് ചികിത്സിക്കാത്തത് കൊണ്ട് ജോയിൻറ്റുകൾക്ക് വന്ന ഡാമേജ്, ഷേപ്പ് വ്യത്യാസമാണ്. ഇങ്ങനെയുള്ള ഡാമേജുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മരുന്നുകൾ കഴിച്ചാലും വേദനയൊക്കെ കുറഞ്ഞേക്കാം എന്നുണ്ടെങ്കിലും ഷേപ്പ് പഴയ രീതിയിലാവുകയില്ല. ജോലി ചെയ്യാനും എഴുതാനുമൊക്കെ കൈകൾ വഴങ്ങിക്കിട്ടണം എന്ന് ഇല്ല. എങ്ങനെയാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസിൻ്റെ ചികിത്സ? ആർത്രൈറ്റിസിൻ്റെ ഒരു അറ്റാക്ക് വന്നാൽ കുറച്ച് ചെറിയൊരു സമയത്തേക്ക് നമ്മൾ സ്റ്റിറോയിഡ് പോലെയുള്ള മരുന്നുകൾ, അതിൻ്റെ ഒപ്പം നീർക്കെട്ട് കുറയ്ക്കാനുള്ള NSAIDs ഉപയോഗിക്കും. പ്രധാനപ്പെട്ട കാര്യം, കുറഞ്ഞ സമയത്തേക്ക് മാത്രമേ സ്റ്റിറോയിഡ് പോലെയുള്ള മരുന്നുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആദ്യത്തെ വേദനയും നീരും കുറഞ്ഞ് പിന്നെ വീണ്ടും പ്രശ്നം വരാതിരിക്കാൻ സ്റ്റിറോയിഡിന് പകരമുള്ള ഡിസീസ് മോഡിഫയിങ് ഏജൻറ്റ്സ് തുടങ്ങേണ്ടതുണ്ട്. ഇവ തുടങ്ങിയില്ല എങ്കിൽ ഒരു അറ്റാക്ക് നമ്മൾ ചികിത്സിച്ച് മാറ്റും, അടുത്ത മാസം വീണ്ടും വേദനയും നീരും വരും, പിന്നെയും സ്റ്റിറോയിഡ് ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ അതൊരു തുടർക്കഥയായി മാറും. വളരെ എഫക്റ്റീവായിട്ടുള്ള പല ഡിസീസ് മോഡിഫയിങ് ഏജൻസും റുമറ്റോയിഡ് ആർത്രൈറ്റിസിൻ്റെ ചികിത്സയിലുണ്ട്. ഇവയുടെ പേരുകളാണ് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ, മെത്തോട്രക്സേറ്റ്, സൾഫാസലാസിൻ എന്നൊക്കെ. ഇതുകൂടാതെ ചില പുതിയ മരുന്നുകൾ, ബയോളജിക്കൽ മോളിക്യൂൾസ്, മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്നൊക്കെയുള്ള ചില പുതിയ മരുന്നുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള മരുന്നുകൾ, ചെറിയ മരുന്നുകൾ ഉപയോഗിച്ച് അസുഖം കൺട്രോൾ ആകാത്ത രോഗികളിലാണ് നമ്മൾ ഉപയോഗിക്കുക. ആർത്രൈറ്റിസിൻ്റെ കൺട്രോളിനായി ഡിസീസ് മോഡിഫയിങ് ഏജൻറ്റ്സ് തുടങ്ങിയാൽ അത് കുറച്ച് നാൾ കഴിക്കേണ്ടി വരും, ചിലപ്പോൾ വർഷങ്ങളൊക്കെ. ഈ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റുകളില്ല എന്ന് നോക്കാൻ ബ്ലഡിൻ്റെ കൗണ്ട്, ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, കിഡ്നി ഫങ്ഷൻ ടെസ്റ്റൊക്കെ കാലക്രമേണ നോക്കുകയും അതുമായി ഡോക്ടറിനെ കാണേണ്ടതും അത്യാവശ്യമാണ്. അതല്ല എങ്കിൽ അപകടകരമായ സൈഡ് എഫക്റ്റുകൾ ഉണ്ടായേക്കാം. ശ്രദ്ധിച്ച് മരുന്നുകൾ കഴിക്കുകയും നല്ലപോലെ വ്യായാമം ചെയ്യുകയും ശരീരത്തിൻ്റെ ബോഡി സ്ട്രെച്ചിങ് എക്സർസൈസ് ഒക്കെ ചെയ്ത് ബോഡി ആക്റ്റീവായി വെക്കേണ്ടതും റുമറ്റോയിഡ് ആർത്രൈറ്റിസ് രോഗികളിൽ അത്യാവശ്യമാണ്. ഭക്ഷണക്രമത്തിന് വലിയ റോളൊന്നുമില്ല, എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാം. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് തീർച്ചയായിട്ടും രോഗത്തിന് ഗുണം ചെയ്യും. നിങ്ങളിൽ ആർക്കെങ്കിലും റുമറ്റോയിഡ് ആർത്രൈറ്റിസിൻ്റെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും രോഗം വഷളായി ഡീഫോമിറ്റീസ് ഒക്കെ വരുന്നതിന് മുമ്പേ ഡോക്ടറിനെ കാണാനും വേണ്ട ചികിത്സ തുടങ്ങാനും ശ്രദ്ധിക്കും.